ഇടുക്കി തൊടുപുഴ കാരിക്കോട് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവ നടത്തിപ്പിൽ അഴിമതി ആരോപണവുമായി ഒരു വിഭാഗം രംഗത്ത്. വ്യാജ രസീതുകൾ നൽകിയും പരസ്യത്തുകയിൽ തിരിമറി കാട്ടിയും സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയുമൊക്കെയാണ് ഉപദേശക സമിതി അംഗങ്ങൾ വൻതുക തട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ആരോപണം ഉയർന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളി ഉപദേശക സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 5 വരെയാണ് തൊടുപുഴ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം നടന്നത്. പുതിയ ഉപദേശക സമിതി അധികാരം ഏറ്റെടുത്ത് 1 മാസത്തിനുള്ളിലായിരുന്നു ഉത്സവം. പരസ്യത്തിനും വഴിപാടുകളായും സംഭാവനകളായും ലഭിച്ച തുകയുടെ കണക്ക് മറച്ചുവെച്ച് ഉപദേശക സമിതി തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. കൂടാതെ ഉപദേശക സമിതി അംഗങ്ങൾ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങിയതായും വ്യാജ രസീതുകൾ നൽകി പണം തട്ടിയെടുത്തതായും ആരോപണമുയരുന്നുണ്ട്. ഈ ഉപദേശക സമിതിയിൽ നിന്നും ഞാൻ രാജിവെക്കാൻ നിർബന്ധിതനായി. അതിൻ്റെ യഥാർത്ഥ കാരണം ദേവസ്വം ഉപദേശക സമിതിയുമായിട്ട് ആലോചിക്കാതെ ദേവസ്വം ഉപദേശക സമിതി സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഉത്സവ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി ഇവർ നടത്തിയ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏകദേശം എൻ്റെ അറിവിൽ 14.5 ലക്ഷത്തോളം രൂപ ഉപദേശക സമിതി സീൽ ചെയ്ത കൂപ്പണും സീൽ ചെയ്യാത്ത കൂപ്പണുമായി, വ്യാജ കൂപ്പണുമായി പിരിച്ചിട്ടുണ്ട്. കൂപ്പൺ ഇല്ലാതെ പിരിച്ച കാശിനും വേറെ കണക്കുകളുണ്ട്. ഇതിന്റെ കണക്കുകൾ ബോധ്യപ്പെടുത്താത്ത അടിസ്ഥാനത്തിലാണ് ഞാൻ രാജിവെച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം ഉത്സവത്തിനായി ചെലവഴിച്ചത് 7,56,614 രൂപയാണ്. പരസ്യം നൽകിയവരുടെയും വഴിപാട് നടത്തിയവരുടെയും പേരുവിവരങ്ങൾ മാത്രമാണ് ബോർഡിന് കൈമാറിയിട്ടുള്ളത്. എത്ര രൂപ ലഭിച്ചുവെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്റെ അറിവിലുള്ള കാശ് വെച്ച് കൂട്ടിയാൽ തന്നെ ഏകദേശം ഒരു 7.5 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നതായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് വിജിലൻസിന് ഇതിന്റെ എല്ലാ രേഖകളും എന്റെ അറിവിൽ കിട്ടിയ പൈസയുടെ കത്തുകളും ഞാൻ അവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അത്രയും നിഷേധിച്ച് ഉപദേശക സമിതി രംഗത്തെത്തി. പഴയ ഉപദേശക സമിതിയുമായി ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. വ്യാജ രസീത് ഉപയോഗിച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും പരസ്യവും വഴിപാടുകളും സംബന്ധിച്ചുള്ള കണക്കുകൾ ദേവസ്വത്തിന് നൽകേണ്ടതില്ലെന്നും ക്ഷേത്രത്തിനായി മികച്ച പ്രവർത്തനം നടത്തുന്ന ഉപദേശക സമിതിയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നതെന്നും ഉപദേശക സമിതി സെക്രട്ടറി പറഞ്ഞു. അമ്പലത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഞങ്ങൾ പഴയ ഭരണസമിതിയെ ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ യോഗത്തിൽ തന്നെ പറയുകയും ചെയ്തു, പഴയ ഭരണസമിതി എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് കാര്യം നൽകിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിനും പൈസ പിരിക്കുന്നതിന്, അല്ലെങ്കിൽ കൂപ്പൺ, ദേവസ്വം ബോർഡിൻ്റെ കൂപ്പൺ ഉപയോഗിച്ച് പൈസ പിരിക്കുന്നതിന്, അല്ലെങ്കിൽ പരസ്യം കണ്ടെത്തുന്നതിന്, സ്പോൺസർമാരെ കണ്ടെത്തുന്നതിനൊക്കെ പഴയ ഭരണസമിതി ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ഇനി അവരാരെങ്കിലും അത്തരത്തിൽ ക്രമക്കേട് നടത്തിയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിലരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം. അതല്ലാതെ ഞങ്ങൾ ഉപദേശസമിതിയുടെ ഔദ്യോഗിക സ്വഭാവത്തിൽ ഞങ്ങൾ യാതൊരു ക്രമക്കേട് നടത്തിയിട്ടില്ല. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രവക സ്ഥലം കച്ചവടക്കാർക്ക് ലേലം കൊടുക്കുന്നത് പുതിയ ഉപദേശക സമിതി അട്ടിമറിച്ചതായും ആരോപണമുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡ് ഉപദേശക സമിതിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ മറുപടി നൽകാനിരിക്കെയാണ് ഉപദേശക സമിതിക്കെതിരെ അഴിമതി ആരോപണം കൂടി ഉയർന്നിരിക്കുന്നത്. ജനം, ഇടുക്കി.